നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മകരം രാശിക്ക് മറ്റ് 11 രാശിക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം വരികയാണ്. ഏകദേശം ഒരു വർഷം 365 ദിവസങ്ങൾ മിനിമം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. മകരം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഓക്കെ, ഈ മകര രാശിക്കും മകരലഗ്നത്തിനും നേട്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ലഗ്നം അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം, പക്ഷേ ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയക്കുക മാത്രം ചെയ്യാം. എൻ്റെ നമ്പർ, വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ദക്ഷിണയായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. നിങ്ങളുടെ ഫോണിലത് ആ സംവിധാനം ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പ് ചെയ്യുക. മകരം രാശി, അതായത് ഇവർക്ക് മറ്റ് 11 രാശിക്കാർക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യം ഏകദേശം ഒരു വർഷക്കാലം വരാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. ഓക്കെ, അതായത് ശനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ്. അത് ഏകദേശം 1.25 വർഷം കൂടി തുടരും. ശനി രാശിഫലത്തിൽ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്, അനുകൂലമാണ്. 3, 6, 11 ഈ 3 ഭാവങ്ങളിൽ ശനി അനുകൂലമായിട്ട് വരുള്ളൂ. ആകെ 12 ഭാവങ്ങളാണുള്ള, അതിൽ 3 എണ്ണത്തിൽ നിൽക്കുമ്പോഴേ അനുകൂലമായിട്ടുള്ള ഫലം ശനി തരത്തുള്ളൂ. ഇവിടെ നമുക്ക് 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബം, മനസ്സ്, സഹോദരൻ, സുഹൃത്തുക്കൾ, ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശനി നമുക്ക് അനുകൂലമായിട്ട് 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മകരരാശിക്കാർക്കെല്ലാം കുടുംബ സൗഖ്യം ഉണ്ടാവും. പിന്നെ മാനസികമായിട്ട് ഒരു പ്രത്യേക ഊർജം ഉണ്ടാവും, ഒരു ധൈര്യം എല്ലാത്തിനും കാണും. പിന്നെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ പരമാവധി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഇത് കൂടാതെ ഇപ്പോൾ ഈ ജൂൺ 2 മുതൽ 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവത്തിൽ വരുന്നു, അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ അത് 7-ാം ഭാവം എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് ജീവിത പങ്കാളിയായിട്ടുള്ള ഒരു ബന്ധമാണ് ഏറ്റവും കൂടുതലാണ്. അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശോഭനമായിരിക്കും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഈ ഒരു വർഷമാണ്. വ്യാഴം ജൂൺ 2 കർക്കിടക രാശിയിലേക്കാണ് മാറുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഹംസയോഗം എന്ന് പറഞ്ഞാൽ അതിശക്തമായ യോഗത്തോടുകൂടി നിങ്ങളുടെ 7-ാം ഭാവത്തിൽ വ്യാഴം വരികയാണ്. അപ്പോൾ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാശിക്കാർക്ക് ആർക്കും ഇല്ലാത്തൊരു സൗഭാഗ്യമാണിത്. ശനിയും വ്യാഴം, അതായത് ജ്യോതിഷത്തിലെ ഏറ്റവും അതിശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന 2 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും. അത് രണ്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷക്കാലം അനുകൂലമാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ വ്യാഴം. അതുകൂടാതെ വ്യാഴം ഇവിടെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേട്ടങ്ങളുടെ ബാഹുല്യം കൂടും, വലിപ്പം കൂടും. ഓക്കെ, അതുപോലെ തന്നെ ശനി നിൽക്കുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ്. എന്ന് പറയുമ്പോൾ ശനിയും ശുക്രനും മിത്രങ്ങളാണ്, സുഹൃത്തുക്കളാണ് ജ്യോതിഷപരമായിട്ട്. അപ്പോൾ മിത്രരാശിയിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് കുടുംബസൗഖ്യം, മാനസിക ഉല്ലാസം,
സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ സഹായിക്കും. പിന്നെ അതുകൂടാതെ വ്യാഴം 7ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് പ്രധാനമായിട്ടും ദാമ്പത്യ സുഖങ്ങൾ, അതായത് ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങൾ, പ്രേമ വിവാഹങ്ങളുമൊക്കെ സഫലമാവും. ഓക്കെ, മകരം രാശിക്കാർക്ക്. ഓക്കെ, ഇത് ഈ ശനിയും വ്യാഴവും എന്ന് പറയുമ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ്. ഇപ്പോൾ വ്യാഴം 1 വർഷം ഒരു രാശിയിൽ നിൽക്കും, ശനി 2.5 വർഷം. അപ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഈ 2 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഏകദേശം 1 വർഷക്കാലം, ജൂൺ 2 മുതൽ. ഓക്കെ, ജൂൺ 2 വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഹംസയോഗത്തോടുകൂടി വ്യാഴം വരുന്നത്. നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം മാത്രമല്ല, വ്യാഴം അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും. അതുകൂടാതെ ഭൗതിക സുഖങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, ആഭരണ ലാഭം, അതുപോലെ തന്നെ വസ്ത്രലാഭം, പിന്നെ ഭക്ഷണ സമൃദ്ധി. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും ഒരു 1.5 കാലഘട്ടം മകരം രാശിക്കാർക്ക് മാത്രമായിട്ട് വരികയാണ്. 12 രാശിയിൽ മകരം രാശിക്ക് മാത്രമേ ഉള്ളൂ ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹങ്ങൾ തരുന്നത്. ശനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സർവകാര്യ വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനൊരു ഫലമാണ് ശനി അനുകൂലമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും വരിക. പിന്നെ സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിന്നെ വ്യാഴത്തിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നേടിത്തരും. അതിവിടെ ശനിക്കും ബാധകമാണ്. ഓക്കെ, സഹോദരങ്ങളും സുഹൃത്തുക്കളും പല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ശനിയും വ്യാഴവും കൂടി ചേർന്ന് നിങ്ങളുടെ സുഹൃത്ത് വലയം വളരെയധികം വികസിപ്പിക്കും. എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റും, അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഭൗതിക സുഖങ്ങൾ നിരവധി ഞാൻ പറഞ്ഞു. ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ വീട്, വാഹനം മാത്രമല്ല, ഈ എന്താ പറയുക, നമ്മുടെ യന്ത്രസാമഗ്രികൾ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, മൊബൈല്, ഓക്കെ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടാവും. പിന്നെ ശനിയും വ്യാഴവും 1 വർഷക്കാലം അനുകൂലമായിട്ട് നിൽക്കും. ബാക്കിയുള്ള ഗ്രഹങ്ങളോ അതിങ്ങനെ മാറി തിരിഞ്ഞുമൊക്കെ അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ട് വരും. എങ്കിലും ഇവർ 2 പേരും ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അസാമാന്യ നേട്ടങ്ങൾ, പ്രധാനമായിട്ടും ധനവരവ് തന്നെ, പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ചൊവ്വ മെയ് 11 നിങ്ങളുടെ 5ാം ഭാവത്തിലോട്ട് മാറും. അപ്പോൾ അത് ഇപ്പോൾ ചൊവ്വ മകരരാശിക്ക് പ്രതികൂലമാണ്. പക്ഷെ മെയ് 11 പ്രതികൂലമല്ലാതെ മാറും. അതുപോലെ തന്നെ മിഥുന മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂൺ 15 ശേഷം, ഏകദേശം ജൂൺ 15 മുതൽ സൂര്യൻ 1 മാസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കും, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ഇവിടെ ചൊവ്വ പതുക്കെ മാറി തിരിഞ്ഞ് 6ാം ഭാവത്തിൽ വരുമ്പോൾ അനുകൂലമായിട്ടുള്ള, അതായത് 6ാം ഭാവം എന്ന് പറയുമ്പോൾ മിഥുനം രാശിയിൽ ചൊവ്വ വരും. ഏകദേശം മെയ് 11 കഴിഞ്ഞിട്ട് 45 ദിവസം കഴിഞ്ഞ്
ഇവിടെ മിഥുനൻ രാശിയിൽ വരുമ്പോൾ ചൊവ്വ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും. ചൊവ്വ തരുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം വരും. പിന്നെ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. പിന്നെ യന്ത്രസാമഗ്രികൾ, കാറ്, വാഹനം, ഏത് തരത്തിലുള്ള വാഹനമായാലും, അതുപോലെ തന്നെ മൊബൈല്, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം. അങ്ങനെ ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹം തന്നുകൊണ്ട് ഒരു വർഷം നിൽക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. സൂര്യൻ കൊണ്ട് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. ചൊവ്വ കൊണ്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. പിന്നെ ചൊവ്വയും സൂര്യനും അനുകൂലമായിട്ട് വരുമ്പോൾ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ, ഭൂമി ക്രയവിക്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തു വാങ്ങാനോ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളൊക്കെ കച്ചവടം നടക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് വഴക്കുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ട് ഉള്ള വിധി നേടാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ വേറെ ഗ്രഹങ്ങളുണ്ടല്ലോ, ബുധനും ശുക്രനും ഒക്കെ ഏകദേശം 4 ആഴ്ച കൂടുമ്പോൾ മാറും. അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ദിനഫലം ഇടുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ മാത്രമേ ഉള്ളൂ ഈ ദിനഫലം അഥവാ രാശിഫലം 2 ദിവസം കൂടുമ്പോൾ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോസിലെല്ലാം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഓരോ ഗ്രഹങ്ങൾ, അതായത് ശനിയും വ്യാഴവും ഒരു വർഷക്കാലം അനുകൂലമായിട്ട് നിൽക്കും. 365 ദിവസം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളാണ്. എങ്കിലും ഒരു സംഭവമുണ്ട്, സർപ്പം അഥവാ രാഹു മകര രാശിക്ക് പ്രതികൂലമാണ്. പ്രത്യേകിച്ച് ഡിസംബർ 5 തൊട്ട് ജന്മത്തിൽ വരും. അപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അപ്പോൾ ചുരുക്കത്തിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ഭാവം വരാൻ പോകുന്നു. അത് മറ്റ് 11 രാശിക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാലയളവിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അനുകൂലമായിട്ട് ഉള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ജൂൺ 2-ന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിൽ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പണമായിട്ട് വേണ്ട, അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, എല്ലാ മകരരാശിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകരം രാശിക്ക് മാത്രമല്ല, മകരം ലഗ്നത്തിനും നേട്ടമാണ്. എല്ലാ മകരരാശിക്കാർക്കും വെളിച്ച ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.